കാരണം ബാബുട്ടൻ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള മനസ്സായതുകൊണ്ട് തന്നെ നമ്മളെ പണ്ടത്തെ അമ്മമ്മേടെ അടുക്കളയിൽ വരുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട്. അഭിനയിച്ചാണ് കഴിച്ചത്. ഇങ്ങനെയല്ല, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി പറഞ്ഞു കൊടുക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ്. അത് നാടൻ ചിക്കൻ കറി. അപ്പൊ നമ്മൾ മലപ്പുറം ആ സൈഡിലൊക്കെ പണ്ട് അമ്മമ്മയൊക്കെ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെസിപ്പി ആയിരുന്നു തേങ്ങാച്ചോറും ചിക്കൻ കറി എന്ന് പറയുന്നത്. അത് കഴിച്ചത് എനിക്ക് ഓർമ്മകൾ, വെക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ബാബുവേട്ടൻ അറിയാം എങ്ങനെയാണ് വെക്കേണ്ടത്. ബാബുവേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ബാബുവേട്ടൻ പറഞ്ഞ് ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം, എന്തിനാ എൻ്റെ പേരൊക്കെ ഇതിലിടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉള്ള പറയണത്. അപ്പോൾ ബാബുവേട്ടനാണ് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. ആള് ഇതിന് വേണ്ടിയിട്ടുള്ള വാഴയിലൊക്കെ കൊത്തി വന്നിട്ടുണ്ട്, കണ്ടോ. ബാബുവേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ രീതിയിൽ വെക്കുന്നത്, ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്തത്, ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു പണ്ടുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ ആ അമ്മമ്മമാരും അച്ഛമ്മമാരൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്കാണ് വെക്കുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, പരിപാടിയിലേക്ക് കടക്കാം. അപ്പം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്താ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ മസാലകളൊക്കെ ഇതാ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ബാബുവേട്ടനാണ് ഇതിൻ്റെ ആള്. ഫ്രെയിമിൽ വരില്ല എന്നാണ് ഭയങ്കര നിർബന്ധം. പക്ഷെ ഞാനത് ഫ്രെയിമിൽ വരുത്തും, അത് വേറെ കാര്യം. മഞ്ഞപ്പൊടി ഇടുന്നത് ഇതാണ് അമ്മമ്മയുടെ നാടൻ ചിക്കൻ കറിയും. പിന്നെന്താ ബാബുവേട്ടൻ പറയും, തേങ്ങാച്ചോറ്. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ ഇട്ട കാര്യങ്ങളൊക്കെ പറയും. മഞ്ഞൾപ്പൊടി, വേറെ മസാലകളൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കറിവേപ്പില. നല്ലോണം കറിവേപ്പില വേണം. ചെയ്യുന്ന ആളെ കണ്ടേ. ഇതാണ് നമ്മുടെ അമ്മ. നന്നായിട്ട് കുഴച്ച് വെക്കണം. വളരെ കുറച്ച് വെള്ളം. നന്നായിട്ട് മസാല ഇങ്ങനെ പെരക്കി എടുത്തിട്ട് എല്ലാ ഭാഗത്തും കോഴിയുടെ മസാല തേങ്ങണം. ഇത് ഉണ്ടാക്കുന്ന ബാബുവേട്ടനാണ്, അമ്മ ചെയ്യുന്നത് മാത്രം. പക്ഷെ ഫ്രെയിമിൽ വരാത്തതുകൊണ്ട് ആരാധകർ കൂടിയാലോ. കറിവേപ്പിലിട്ട് ഒന്ന് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര നേരം വെക്കണം? അരമണിക്കൂർ വെക്കാം. ഓക്കെ. എന്താ തേങ്ങാച്ചോറും ചിക്കൻ കറിക്കും വേണ്ടിയിട്ട് ബാബുവേട്ടൻ തേങ്ങ നുറുക്കിയെടുക്കുകയാണ് ഗൈസ്. ഈ തേങ്ങാ കറീൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്താ പറയാ? അല്ല, തേങ്ങാ കറിയില്ല, സോറി, ചിക്കൻ കറീൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്താ? തേങ്ങാക്കൊത്ത്. പറയാ, തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയാണ് ഈ ചിക്കൻ കറീനെ മെയിൻ ആക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രശസ്തമായ, കുക്കിങ്ങിൽ ഏറ്റവും പ്രശസ്തമായ, കുറെ അംഗീകാരം ലഭിച്ച സതീഷ് ബാബു. ഇതിന്റെ ഇടയ്ക്കില് മ്യൂസിക് ഞാൻ പോകുന്നത് സാധാ നോർമൽ ചാനലായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എനിക്ക് ഇങ്ങനെ ഒന്നും പറയേണ്ട സാഹചര്യം കിട്ടാറില്ല. കാരണം ഞാൻ ഒറ്റക്കാണ്, ഞാൻ ഫുൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കാണോ വേണ്ടത്? കണ്ണൊക്കെ നിറഞ്ഞു ഒഴിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി ചെറിയ ഉള്ളിയാണ്, കുഞ്ഞുള്ളി. കുഞ്ഞുള്ളി നന്നായിട്ട് തോല് പോക്കിയിട്ടുണ്ട്, കഴുകിയിട്ടില്ല, കഴുകണം. അപ്പോൾ നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കാണുന്നത് കുഞ്ഞുള്ളിയാണ്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത്. അത് പാവട്ടോ റെഡി ആയിക്കൊണ്ടു. അത് ഞാൻ പറഞ്ഞു, ഈ തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ മലപ്പുറം ജില്ലയിലാണ് വീക്ക്നെസ്. കോഴിക്കോട് ജില്ലയിൽ അത്ര ഇല്ല, പക്ഷെ മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ അധികം തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് വെക്കാറ് എന്നാണ് ബാബുവേട്ടൻ പറഞ്ഞിരുന്നത്. ബാബുവേട്ടൻ അമ്മ അതിന്റെ പണ്ടത്തെ ഒരു കാര്യം പറ. പണ്ട് നമ്മളെ ആരെങ്കിലൊക്കെ വിരുന്ന് വന്നാല് പെട്ടെന്ന് ഒരു കോഴിനൊക്കെ പോയി അറുത്ത്, കൂട്ടുന്ന ഒരു കോഴീനൊക്കെ പിടിച്ചറുത്ത് തേങ്ങാച്ചോറും നാടൻ ചിക്കൻ കറിയും വെക്കും. അത് ഇപ്പൊ ബാബു ഇവിടെ വെക്കുന്നുണ്ട്. എനിക്ക് അത്ര അറിയില്ല അതിനെ പറ്റിയൊന്നും. പക്ഷെ ബാബുവേട്ടന്
കോഴിനെ അറക്കാൻ പേടിയായതുകൊണ്ട് ഞങ്ങളന്ന് ചിക്കൻ മാത്രം പോയിട്ട് ചിക്കൻ്റെ ആ സംഭവം ഉണ്ടല്ലോ ഒക്കെ ക്ലീൻ ആക്കിയ ചിക്കൻ അത് പോയിട്ട് മേടിച്ചുകൊണ്ടെന്നാണ്. കാരണം ബാബുട്ടൻ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള മനസ്സായത് കൊണ്ട് തന്നെ കോഴിനെ അറക്കുന്നത് ക്ലൈമറ്റ് ആണ്. ഇപ്പൊ ചേച്ചി പറയുന്നത് മഴയൊക്കെ പെയ്തുകൊണ്ടെന്നാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാച്ചോറും ചിക്കൻ കറി ഉണ്ടാവുമ്പോൾ മഴ പെയ്യണം. ആ ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക് വേണ്ടത്, അല്ലാണ്ട് വെയിലല്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാല് നമ്മൾ അരമണിക്കൂറായിട്ട് ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയും മുളക് പൊടി മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള അതിലേക്ക് നമുക്ക് ചെറുള്ളി എടുക്കാം. ചെറുള്ളി ചേർക്കാം. ഇനി അടുത്തത് തേങ്ങാക്കൊത്ത്. അടുത്ത നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നമ്മള് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനുള്ളത് 2 കിലോ ചിക്കനാണ് ഇതെന്ന് പറയാം. 2 കിലോ ചിക്കനിലേക്ക് എന്ത് ഉള്ളി ചെറിയ ഉള്ളി അരക്കിലോ ഏകദേശം 1/2 കിലോ കുറച്ച് ഞങ്ങള് മാറ്റി പിശുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മളെ എല്ലാവരും വാഴയില വെച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കാം. ചെറിയുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് ചിക്കനിലേക്ക് നമ്മൾ നന്നായിട്ട് വാഴയില പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര നേരം എനിക്ക് അറിയില്ല. ബാക്കി നമുക്ക് ചോറിന്റെ പരിപാടിയിലേക്ക് പോകാം. ഉലുവച്ചോറാണ് വെക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഉലുവ എടുക്കാം. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവച്ചോറ് ആണ്, തേങ്ങാച്ചോറില്ല. അപ്പൊ അതിൽ വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവയും തേങ്ങ. അപ്പോൾ ഒരു തേങ്ങ മുഴുവൻ കംപ്ലീറ്റ് നമ്മൾ ചിരകിയെടുത്തിട്ട് പിന്നെ ഉലുവ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് മാറ്റി വെച്ച് നമുക്കിനി നമ്മളെ ചിക്കനല്ല അടുപ്പത്ത് വെക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതാ വാഴയിൽ പൊതിഞ്ഞ് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം വെച്ചോട് ചൂടിലുണ്ടോ ഇങ്ങനെ വാഴയിലോട് കൂടി തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇങ്ങനെ തന്നെ പൊതിഞ്ഞ് ചെറു ചൂടിൽ ഇത് വെന്ത് കിട്ടണം. പുറത്ത് നല്ല മഴ പെയ്യണേ. മഴയുടെ ഒരു സൗണ്ട് കേൾക്കാൻ ചിലപ്പം. നമ്മുടെ അരിയുടെ അളവ് പറയുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി എടുത്ത് അതിലൊരു ഈ ഒരു ഭാഗം 1/4 ഗ്ലാസോളം ഇത്ര അളവിൽ നമ്മൾ ഉലുവ എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് നമ്മൾ കഴുകിയിട്ട് വരത്. അടുപ്പ് കത്തിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ച് ഈ അടുപ്പത്ത് തിളച്ചിട്ട് വേണം നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട്. നമ്മളെ പണ്ടത്തെ അമ്മമ്മേടെ അടുക്കളയിൽ വരുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട്. മല്ലിയുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാനായിട്ട് എന്തായി നമുക്ക് നോക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നു. വാഴയുടെ തുറക്കുന്നവരല്ലോ. ഈ ആവിയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരണം. നമുക്കിത് മാത്രം മൂടി വെക്കാം. മൂടി തുറക്കരുതെന്നാണ് നമ്മുടെ പുതിയ പാചകക്കാരൻ്റെ. അതേപോലെ തന്നെ നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അരി കഴുകിയതും ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ഉള്ളിയാണ്. തേങ്ങ ഇടാം. ഉള്ളിയാണ് ഇടുന്നത്. അരിയോ അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതിൽ വെള്ളം എല്ലാം ആയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേട്ടെ. ഇത് പുക വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. വാഴയുടെ ഇല എല്ലാം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒന്നിത് കണ്ടോ ഒരു തുള്ളി വെള്ളം ഇല്ല ഒഴിച്ചാതെ നോക്ക് വെള്ളമായത്. നമുക്ക് നന്നായിട്ട് ഇളക്കിയിടാം. ഇതങ്ങോട്ട് ഇളക്കി.
വെള്ളയിൽ പറഞ്ഞു വീണ്ടും മൂടി വെച്ചു. ഹായ്, നല്ല മണം. ഇത് എനിക്ക് സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അടുക്കളയിൽ വരുന്നൊരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ അഭിനയിച്ചാണ് കഴിച്ചത്. ഇങ്ങനെയല്ല, അമ്മ നേരത്തെ പറഞ്ഞിട്ടത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ അതേപോലെ പറയാൻ പറഞ്ഞപ്പോൾ അത് അഭിനയമായിപ്പോയി. അമ്മയ്ക്ക് ഈ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അടുക്കളയിലേക്ക് പോകുന്നൊരു മണം ഫീൽ ചെയ്യുന്നതാണ്. കാരണം അമ്മമ്മേലെ വെക്കുന്നതിന് അമ്മയ്ക്ക് പോലും അറിയില്ല അമ്മമ്മ എങ്ങനെ വെക്കുക എന്നുള്ളത്. ബാബുവേട്ടനാണ് പറഞ്ഞത് അമ്മമ്മ ഇങ്ങനെ വെക്കുക എന്നുള്ളത്. റെസിപ്പി പറഞ്ഞത് ബാബുവേട്ടനാണ് കേട്ടോ. അപ്പോൾ പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മയ്ക്കൊക്കെ അടുക്കള എത്തുമ്പോൾ ഒരു മണം വരില്ല. ആ പണ്ടത്തെ അമ്മമ്മയുടെ ആ ഒരു കുക്കിങ്ങിൻ്റെ ആ ഒരു സ്മെല്ല് വരികയാണ്. എനിക്ക് ശരിക്ക് അമ്മമ്മേനെ ഓർമ്മ വരികയാണ്. ആ ഒരു സ്മെല്ല് വരികയാണ്. ഇതിങ്ങനെ സ്മെല്ല് വരുമ്പോൾ ആയിവാ നൊസ്റ്റു. നമ്മൾ ചിക്കൻ ഒന്ന് നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താ നല്ല ബ്രൗൺ കളർ. അയ്യവാ, ഈ കളർ കണ്ടാൽ ചിക്കൻ പൊളിയായിരിക്കുന്നത്. നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. നല്ല തിക്ക് ഗ്രേവിയാണ്. നമ്മൾ കുറച്ച് ഗ്രേവി ടേസ്റ്റ് ചെയ്യാൻ കരുതി. ജാമ്പോ ഇതാ ചാറ്. ഈ ചെറിയ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റ്, സോഫ്റ്റ് ആയിരിക്കുന്നു. വേറെ ഒരു മസാലയില്ല, വേറെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, അങ്ങനത്തെ ടേസ്റ്റ്. എല്ലാം ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നത് ബാബായിട്ട് പറഞ്ഞു. വെറൈറ്റി പിടിക്കണം. നാടൻ നല്ല അടിപൊളി ടേസ്റ്റ്. ടേസ്റ്റ് ആക്കുമ്പോ അടിപൊളി. ഉപ്പ് എരിവെല്ലാം പാകത്തിന്. എനിക്ക് ഈ ഒരു എരിവ് ഇഷ്ടം. പിന്നെ നമുക്ക് നമ്മുടെ ചോറായിട്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് കുറച്ച് നല്ല കറിവേപ്പില ഇടാം. കറിവേപ്പില പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി പറഞ്ഞു കൊടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി പറഞ്ഞു കൊടുത്ത് നമ്മുടെ നാടൻ ചിക്കൻ കറി. അതിന് മസാലകളൊക്കെ ഒരൊത്ത മസാലയൊക്കെ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഗ്രേവി നോക്കി. എന്ത് നല്ല കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട്. ഇത് സംഭവം ബാബാന്റെ റെസിപ്പിയാണ്. അമ്മ ഇവിടെ ഇളക്കിയിട്ട് ആളാകുന്നുണ്ട് നേലും. കറണ്ട് പോയി. ഇതിൻ്റെ കൂടെ പപ്പടം മസ്റ്റാണ് ഗൈസ്. അപ്പം പപ്പടം കൂടെ ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ ചോറ് ഇതാ എല്ലാവരും പറഞ്ഞു ചോറ്. അപ്പം ഗൈസ് നമുക്ക് ടേസ്റ്റ് നോക്കാം. പപ്പടം, ഗുരുവായൂർ പപ്പടം, ചോറ്, കുറച്ച് ഗ്രേവി. ഈ ഗ്രേവി കാണുമ്പോൾ ആർക്കാ കൊതിയാവാത്തത്? നമ്മൾ തേങ്ങാക്കൊത്തോട് കൂടെ കുറച്ച് ഗ്രേവി, പിന്നെ കുറച്ച് പപ്പടം കൂടി. കൊതിയാവുന്നു, ക്യാമറാമാന് കൊതിയാവുന്നുണ്ട്. കഴിക്കാം, നോക്കട്ടെ. ക്യാമറാമാന് കൊതിയായിട്ടോ അതിന്. ഇതെടുക്കട്ടെ, എടുത്ത് കഴിക്ക്. ഈ പീസ് എനിക്ക് ഇഷ്ടമല്ല. ഒരു ഉള്ളി ഉണ്ട്, ആ ഉള്ളിയും കൂടി ഇടാം. ഉള്ളി ഇങ്ങനെ അങ്ങനെ ഇടണം കേട്ടോ. ഓക്കെ, കഴിച്ചു. അരെ വാ, അമ്മമ്മ ഓർമ്മ മനസ്സ് നിറഞ്ഞു. ക്യാമറ ഓഫാക്ക്. സമാധാനം